നേരം ധ്യാനം ചെയ്യുമ്പോൾ അവരുടെ തലച്ചോറിലിരിക്കുന്ന അഴുക്ക് മൊത്തം അങ്ങ് പോകും. അതായത് ഒറ്റയ്ക്ക് ഒരിടത്ത് എങ്ങനെ ഇരിക്കുമ്പോൾ സുഖമാണ്. ഒരു ദിവസം ഇരുന്ന് ഭയങ്കര സുഖം, 2 ദിവസം ഇരുന്ന് ഭയങ്കര സുഖം, ഒന്നും അറിയണ്ട. ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ, കണ്ണടച്ച് ധ്യാനത്തിൽ ഏർപ്പെടുക. അപ്പൊ നല്ല മനോഹരമായ ചിന്തകൾ വരും. നല്ല മനോഹരമായ ചിന്തകൾ വന്ന് അത് ഒഴുകി അങ്ങ് പോകും. വീണ്ടും ചിന്തകൾ വന്ന് ഒഴുകിപ്പോകും. ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഇങ്ങനെ ഒഴുകിപ്പോവുക, വീണ്ടും വരിക, വീണ്ടും ഒഴുകിപ്പോവുക. ആവർത്തനമായിട്ടുള്ള ചിന്തകളെ, അല്ലാതുള്ള ചിന്തകളെ എല്ലാം വന്ന് ഇങ്ങനെ കടല് പോലെ വന്ന് ഒഴുകി 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 ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു പാൽക്കടൽ പോലെയായി. പക്ഷെ അതെല്ലാം അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉള്ളിലാണ് അതെല്ലാം വരുന്നത്. ആ ഉള്ളിൽ വരുന്നവയെ സംസാരിച്ച് വെളിയിലേക്ക്, ഒന്നുകിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ സംസാരിച്ച് വെളിയിലേക്ക് ഇടുക. ജ്ഞാനം അങ്ങ് വെളിയിലേക്ക് ഇടുക. അതല്ല, പ്രവർത്തിക്കാനുള്ള കഴിവാണ് എന്നുണ്ടെങ്കിൽ, കർമ്മം ചെയ്യാനുള്ള കഴിവാണ് എന്നുണ്ടെങ്കിൽ കർമ്മത്തിലൂടെ, പ്രവൃത്തിയിലൂടെ അതിടുക. കർമ്മത്തിലൂടെയാണെങ്കിൽ അങ്ങനെ, ജ്ഞാനമാർഗത്തിലൂടെയാണെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല. അത് നിങ്ങൾക്ക് എന്താണോ താല്പര്യമെന്ന് വെച്ചാൽ അങ്ങനെ. ഒരിക്കലും അറിവിനെ മൂടിക്കെട്ടി വെക്കരുത്, അത് തുറന്നു വിടണം. അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് പൊട്ടിപ്പോകും, ഇല്ലാത്ത രോഗം ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് എഴുത്തിലൂടെയും വരപ്പിലൂടെയും പറച്ചിലൂടെയും പ്രവൃത്തിയിലൂടെ എല്ലാം അതിടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ആ ചെയ്യുന്നത് പോലെ തന്നെയാണ് ലോകത്തിന്റെ സമസ്ത ഭാഗങ്ങളിൽ ഇരിക്കുന്നവരും. മനുഷ്യരാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, ചെറുതാകട്ടെ, വലുതാകട്ടെ, പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാവരും ഇത് തന്നെയൊക്കെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നിങ്ങളുടെ മണ്ടത്തരവും വിഡ്ഢിത്തരവും എല്ലാം നിങ്ങൾ തിരിച്ചറിയും. അപ്പോ ഒരിടത്ത് ഇരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം, ക്ഷമയോടിരിക്കണം, ശ്രദ്ധയോടുകൂടി ഇരിക്കണം. മനസ്സിലായോ? ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഊറി 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 വരും. അപ്പൊ അങ്ങനെ അങ്ങ് ഇരുന്നു പോയാലോ? പണത്തിന് പണം വേണ്ടേ? ഇരുന്നു പോയാൽ എന്താണ്? ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടില്ല. ഒരിടത്ത് ഇരിക്കുകയല്ലേ, ദേഹം ഉപയോഗിച്ച് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ. നിങ്ങളുടെ ദേഹത്തെ കൊണ്ട് മറ്റാർക്കും യാതൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എഴുന്നേറ്റ് പോയാലല്ല ആരെങ്കിലും നിങ്ങൾ എണീറ്റ് പോകുന്നത്, ദേ അവരെ അങ്ങോട്ട് പോയി, ഇവരിങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരുന്നാലോ, നിങ്ങൾ ആരും കണ്ടെന്ന് പറയില്ല, കേട്ടെന്ന് പറയില്ല, നിങ്ങൾ അങ്ങോട്ട് പോയെന്ന് പറയില്ല, ഇങ്ങോട്ട് പോയെന്ന് പറയില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴേ അവരണ്ട് അങ്ങോട്ട് നടന്നു കണ്ട് ഇങ്ങോട്ട് കടന്നു കണ്ട് എന്നൊക്കെ പറയും. അല്ല, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരികയാണ്, ഓർമ്മപ്പെടുത്തി തരികയാണ്. എന്നാൽ നിങ്ങളുടെ ദേഹം അവിടെ തന്നെ ഇരുന്നു പോയാലോ? ഇരുന്നു പോയാൽ എന്ത് പറ്റും? ദേഹത്തിന് സോക്കേട് ഉണ്ടാവും, മുറക്കൊള്ളിച്ചു പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ സുഖമൊക്കെ ഉണ്ടാവും, നല്ല സുഖമാ. പക്ഷേ ഇങ്ങനെ തന്നെ ഇരുന്ന ചലനശേഷിയൊക്കെ മെല്ലെ 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 ഇല്ലാണ്ടാവും. മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് ശല്യം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ദേഹം മെല്ലെ മെല്ലെ ക്ഷയിക്കാനൊക്കെ തുടങ്ങും. കാരണം ഒരേ ഒരു ഇരിപ്പങ്ങി ഇരുന്നാൽ വെള്ളം ദേഹത്തോട്ട് ചെല്ലില്ല, അകത്ത് ചെല്ലത്തില്ല, പുറത്ത് ചെല്ലത്തില്ല, കുളിയില്ലാതെ നനയില്ലാതെ ജപമില്ലാതൊക്കെ ആയിത്തീരും. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കുളിക്കുകയും നനയ്ക്കുകയും ജപമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ഈ സുഖം പറ്റുന്നവര് ഇങ്ങനെ തന്നെ അങ്ങിരുന്ന് ഇരിക്കും, അതും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ
ആ കിട്ടിയ ജ്ഞാനം അത് പകർന്നും കൂടി കൊടുക്കണം. പകർന്നു കൊടുത്താൽ മാത്രമേ അർത്ഥമുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ഇത് പകർന്ന് കിട്ടിയ ആ ജ്ഞാനത്തെ പകർന്നു വെക്കുകയാണ്. അതിൽ പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ എന്നിൽ നിന്നാണ് അത് കിട്ടുന്നതെന്ന് ആരും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് വലുതാകത്തില്ലേ എന്നുള്ള ആ ഒരു ഈഗോ ഉണ്ട്. ഈഗോ അല്ല, എന്താ അവർക്ക് ആ ഒരു ഭയമുണ്ട് പലർക്കും. പക്ഷെ എനിക്കും അറിയാം, മറ്റു പലർക്കും അതറിയാം. നാഗയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ആദ്യമായി കൊണ്ടുവന്നത് എന്ന്. പക്ഷെ ആരും ഇത് വെളിപ്പെടുത്തത്തില്ല. നാഗയിൽ നിന്നാണ് ഇത് കിട്ടിയത്, അല്ലെങ്കിൽ നാഗ പറഞ്ഞതാണ് ഇത് എന്ന്. നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, പലരും ഞാൻ യൂട്യൂബ് ചാനൽ പലരും ഇടാൻ പറഞ്ഞതേ ഉള്ളൂ, അതുപോലെ അവർ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് നെഗറ്റീവ് പ്രചരിപ്പിച്ചു. ഞാൻ പോസിറ്റീവ് പറയാൻ പറഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ കിടന്ന തെറിവാക്കുകളും നെഗറ്റീവും ഒക്കെ ഇട്ടുകൊണ്ടേയിരുന്നു. അവരുടെ പോസിറ്റീവ് എന്താണ്? അവർ നിത്യം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇടാനാണ് പറഞ്ഞത്. പക്ഷെ അവരൊക്കെ എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ട്, അതുകൊണ്ട് അവരുടെ എങ്ങാനും ചാനൽ വളർന്നോ? എല്ലാരും തമ്മിൽ തല്ലി ആളും പേരും ഇല്ലാത്ത രീതിയിലായി, മുഖം പുറത്ത് കാട്ടാൻ കഴിയാത്ത വിധം തെറിയ വാക്കുകൾ പറഞ്ഞ് ഇറങ്ങുന്ന വ്യക്തികളായി തീർന്നു. സമൂഹത്തിന് മുന്നിൽ നിലയും വിലയും ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ പോസിറ്റീവായിട്ട് എന്നെ പറഞ്ഞിറങ്ങിയവരോ സമൂഹത്തിൽ നിലയും വിലയും ആയവരായി തീർന്നു. അവർക്ക് ആളായി, പേരായി, ആരവങ്ങളായി, പല ഉന്നതമായ സ്ഥാനത്തും ചെന്നിരുന്ന് ആളുകളുമായിട്ട് ഇടപെടാനുള്ള കരുത്തുണ്ടായി. നിങ്ങൾ കാണുന്നില്ല ഇവിടേക്കും ആളുകൾ വരുന്നത് ഭയമില്ലാതെ. അതുപോലെ ഇവിടേക്ക് വരുന്നവര്, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഭയമില്ലാത്തവരെ വേണം, ക്യാമറ ഭയമില്ലാത്തവര് വേണം, അപകർഷബോധം തീർത്തും ഇല്ലാത്തവര് വേണം. നിങ്ങൾ എവിടെ പോയാലും ക്യാമറ അവിടെ എല്ലാം ഉണ്ടെന്നും നിങ്ങളെ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുള്ളവരായിരിക്കണം. ഏറ്റവും വലിയ അകക്കണ്ണ് നിങ്ങളാണെന്ന് കരുതണം. നിങ്ങളുടെ ഉള്ളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന് കരുതണം. പുറത്തും അകത്തും എല്ലാം തന്നെ നിങ്ങളാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ജ്ഞാനം എന്താണ്, ധ്യാനം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടും. നിങ്ങൾ തന്നെയാണ് ഓരോ വാക്കുകളും എഴുതി യൂട്യൂബിലായാലും ഫേസ്ബുക്കിലാക്കിയാലും കമന്റ് പോലൊക്കെ ഇടുന്നതെന്നും മനസ്സിലാക്കണം. വീഡിയോ ചെയ്യുന്നവർ മാത്രമല്ല, എഴുത്തുകാരായ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കമന്റ് എഴുതുന്നവര് നിങ്ങളുടെ എഴുത്തുകളെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം. ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ട് ഞാൻ വീഡിയോയും അപ്ലോഡ് ചെയ്യും, എഴുതുകയും ചെയ്യും. മനസ്സിലായോ? ലൈവിലൂടെ തത്സമയം മറുപടി കൊടുക്കാനുള്ളവർക്ക് അതും കൊടുക്കും, കമന്റിലൂടെ മറുപടി കൊടുക്കുന്നവനുള്ളവർക്ക് അതും കൊടുക്കും. ഞാൻ ഒരു എഴുത്തുകാരിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല എഴുതാനുള്ള കഴിവ്, കമന്റ് എഴുതാനുള്ള കഴിവുള്ളതെന്നും ഗുരു നാഗസൈരേന്ദ്രയ്ക്കും നന്നായിട്ട് എഴുതാൻ കഴിയുമെന്നും